ഇല്ലേ മോനെ? കൊലയും കഴിഞ്ഞ് തോക്ക് ഒളിപ്പിച്ചിട്ട് എവിടെ പോയിടിയവന്മാരെ? അറിയില്ലേ മോനെ? രാജാ നോക്കിക്കളി, കാശ് പോവും. ബ്ലൈൻഡ് രാജാ ഒന്ന് വേഗം കളിയടാ. മിണ്ടായിരുന്നോടെ പറയണ, നിങ്ങളല്ലേ പാറയിൽ പാപ്പനെ കൊന്നത്? ഞങ്ങളല്ല സാറേ, ഞങ്ങൾക്കൊന്നും അറിയില്ല. കള്ളം പറയുന്നോടാ. രാമേന്ദ്ര, ഈ തോക്ക് കൊണ്ടല്ലടാ പാപ്പുവിനെ നിങ്ങൾ വെടിവെച്ചത്? അയ്യോ എന്റെ പൊന്നു സാറേ, ഞങ്ങൾ ഈ തോക്ക് കണ്ടിട്ടും കൂടിയില്ല. ഞങ്ങളെ ചതിക്കാൻ ആരോ ചെയ്ത ദ്രോഹമായത്. ഇല്ലെങ്കിൽ കൊന്നു കുഴിച്ചു മൂടി ഞാൻ. നിന്നെ കൊണ്ടൊക്കെ സത്യം പറയിപ്പിക്കാൻ പറ്റുമോ ഞാൻ നോക്കട്ടെ. അച്ഛൻ ഇങ്ങനെ ഇവിടെ ഇരുന്ന രവിയേട്ടനെയും രാജനെയും സ്റ്റേഷനിലിട്ട് ആ ദുഷ്ടന്മാരെ തല്ലിക്കൊല്ലും. ഇവിടെ കൊണ്ട് തോക്ക് കുഴിച്ചിട്ടത് മനഃപൂർവ്വം ആരോ നമ്മളെ ചതിക്കാൻ വേണ്ടി ചെയ്തതാ. അല്ലാതെ പാപ്പു മൂത്തനാരെ ഇവിടത്തെ മക്കള് കൊല്ലുമെന്ന് അച്ഛന് തോന്നുന്നുണ്ടോ? അച്ഛൻ ചാക്കപ്പ മുതലാളിയെ പോയി കണ്ട് സങ്കടം പറയും. എന്നാലും എന്തെങ്കിലും. ചാക്കപ്പ മുതലാളിയെ ഞാൻ പോയി കണ്ടതാ മക്കളെ. മുതലാളി പറയണത് ഞാൻ പറഞ്ഞാലൊന്നും ആ SI കേക്കില്ലെന്നാ. അപ്പൊ പിന്നെ ഇനി നമ്മൾ എന്ത് ചെയ്യാ അച്ഛാ? പാറയിൽ ചെന്ന് അന്തോണി മുതലാളിയെ കണ്ട് ഉണ്ടായ കാര്യങ്ങളൊക്കെ പറഞ്ഞാലോ? നല്ല മനസ്സുള്ള ആളാ അന്തോണി മുതലാളി. നമ്മളാ മൂത്താനാരെ കൊന്നതെന്ന് വിശ്വസിച്ചിരിക്കുമ്പോ എങ്ങനെയാ അങ്ങോട്ട് ചെന്ന് മക്കളെ സ്റ്റേഷനിൽ ഇറക്കണമെന്ന് പറയണത്? അന്തോണി മുതലാളി മനസ്സ് വെച്ച ജാമ്യം കിട്ടും അച്ഛ. നമുക്ക് അവിടെ വരെ ഒന്ന് പോയിട്ട് വരാം അച്ഛ. നിക്കണവിടെ. എന്നാത്തിനാടാ ഈ പടി കിടന്ന് വന്നത്? ഇനി ഞങ്ങളെ കൂടെ കൊല്ലാനാണോ? ഇറങ്ങി പൊയ്ക്കോ എന്റെ മുമ്പിൽ നിന്ന്. കുഞ്ഞർദാമ ഞങ്ങളെ തെറ്റിദ്ധരിച്ചിരിക്കുക. ഞാനും എന്റെ മക്കൾ ഒരു തെറ്റും ചെയ്തിട്ടില്ല. ഈശ്വരനാണ് സത്യം. കള്ളസത്യം ചെയ്യുന്നോടാ നന്ദിയില്ലാത്തവനെ. ഇതാരും മനഃപൂർവ്വം ചെയ്ത ചതിയ. കുഞ്ഞോറാതാമെങ്കിലും ഞങ്ങളെ വിശ്വസിക്കണം. അതേടി, പോലീസുമായി വന്നതും തോക്ക് തൊണ്ടിയെടുത്തതും ഒക്കെ കളവാണ്, ചതിവാണ്. ലരി, എന്റെ വല്യാങ്ങളെ നിന്നോടൊക്കെ എന്നാ ദോഷമാടാ ചെയ്തത്? വെറും ഒരു ആടിന് വേണ്ടി എന്റെ ആങ്ങളെ കൊലയ്ക്ക് കൊടുത്തല്ലോടാ നീ. കഴിഞ്ഞതൊക്കെ എങ്ങനെ മറക്കാൻ കഴിഞ്ഞല്ലോ നിനക്ക്? വർഷങ്ങൾക്ക് മുമ്പ് പറക്കാൻ പറ്റാത്ത രണ്ട് കുഞ്ഞുങ്ങളുമായിട്ട് കയറി വന്ന നിനക്ക് സ്വന്തം കൂടപ്പുറപ്പിനെ പോലെ കരുതി അഭയം തന്ന കൈക്ക് തന്നെ കൊത്തിയല്ലോടാ നീ. എന്നിട്ട് ഒന്നും അറിയാത്തവനെ പോലെ വീണ്ടും കേറി വന്നിരിക്കുന്നു. മതി നിന്റെ കള്ളക്കരച്ചില്. നീയൊന്നും ഒരിക്കലും ഗുണപിടിക്കത്തില്ലടാ മഹാഭാവികളെ. പൊയ്ക്കോ എന്റെ മുമ്പിൽ നിന്ന്. ഇറങ്ങി പോരാ പറഞ്ഞത്. ഇച്ചാച്ചനോട് ശത്രുത ഉണ്ടായിരുന്ന ചാക്കപ്പനും അനുജനും മക്കളും സംഭവം നടക്കുന്ന സമയത്ത് അടുത്ത് തന്നെ ഉണ്ടായിരുന്നല്ലോ. പിന്നെ ആരായിരിക്കും? എന്റെ പൊന്നാശോ, നമ്മൾ ആരെ അങ്ങനെ കണ്ണും പൂട്ടി വിശ്വസിക്കരുത്. അവന്മാർ വല്ല ബെൽറ്റ് ബോംബായാണ് വന്നതെങ്കിലോ? ഇനി പടച്ചതമ്പുരാനായാലും ശരി, ഒരു മുഴം അകലെ അങ്ങ് നിർത്തിയേക്കണം. നിന്റെ വിശ്വാസം നിന്നെ പൊറപ്പിക്കും. പക്ഷെ എനിക്ക് ഇപ്പോഴും സംശയം. ദേവസ്വം ആരെങ്കിലും സംശയമുണ്ടോ? ഉണ്ട്. പാപ്പ മൂത്താനാര് മരിക്കുന്നതിന് മുമ്പ് ചെറിയൊരു സംഭവം ഉണ്ടായി. എന്ത് സംഭവം? ഒരിടക്കോളൊത്ത് വന്നപ്പോ ഞാൻ നിറമ്പുഴ കവലയിലെ ബാറിലൊന്ന് കയറി. അവിടെ വെച്ച് ബാർ മുതലാളി പങ്കജാക്ഷനെ കണ്ടു. കണ്ട പാടെ എന്റെ നേരെ ഒറ്റ ഇരച്ചു കയറ്റുവാ. എടോ കപ്പിയാര് ദേവസ്യേ, പാപ്പവും ചാക്കപ്പനും ഒരുമിച്ചല്ലോ. ഇനി കുരിശുപള്ളിക്കവലയിലെ ബാറ് പൊളിപ്പിക്കലായിരിക്കല്ലോ അവരുടെ അടുത്ത പരിപാടിയെന്ന്. അങ്ങനെ വല്ല പ്ലാനും ഉണ്ടായാൽ കൊന്നുകളയും ഞാൻ എന്നും പറഞ്ഞു. പറഞ്ഞതുപോലെ ചെയ്യുന്നവനാ പങ്കജാക്ഷൻ. പാറയിൽ പാപ്പുവിനെ വകവരുത്തിയതിൽ നിനക്കെന്തെങ്കിലും കൈയുണ്ടോന്ന് എനിക്കറിയണം. എന്റെ പൊന്നന്തോണി, എനിക്കൊന്നും അറിയില്ല. എന്റെ അമ്മ സത്യം, എന്റെ മക്കള് സത്യം. പാപ്പ മൂത്താനാര് മരിക്കുമ്പോ ഞാൻ ഈ നാട്ടിലില്ല. സത്യമാണ് ഞാൻ പറയുന്നത്.
എന്നെ ഒന്നും ചെയ്യരുത്. ഓ മരിച്ച കൃത്യ ദിവസം തന്നെ താൻ ഈ നാട്ടിലില്ലായിരുന്നു അല്ലേ? സത്യമാ മുതലാളി പറയുന്നത്, ഞങ്ങൾ ആരും ഇവിടെ ഇല്ലായിരുന്നു. അന്തോണി എന്നെ വിശ്വസിക്കണം. തൽക്കാലം നിന്നെ വിശ്വസിച്ചു എന്നും കരുതിക്കോ. പക്ഷേ നിനക്ക് ഇതിനകത്ത് എന്തെങ്കിലും കൈയുണ്ടെന്ന് അറിഞ്ഞാൽ തന്തയ്ക്ക് പാലം വലിക്കുന്ന പൊന്നു മോനെ, നീ ഇവിടെ കിടന്ന് കളിക്കുന്ന കളിയല്ല എന്റെ കളി, തളിപ്പറമ്പ് കളി, വെട്ടി മലത്തിക്കളി. ഇതിന് ഇങ്ങനെ ചില ചട്ടങ്ങളൊക്കെ ഉണ്ട്. കെട്ട് കഴിഞ്ഞില്ലെങ്കിലും മനസമ്മതവും മോതിരമാറ്റവും നടന്ന സ്ഥിതിക്ക് കെട്ട് കഴിഞ്ഞ പോലെ തന്നെയാ. എടാ, എന്നാലും താളിപ്പറമ്പി വെച്ച അച്ഛൻ കുഞ്ഞിന്റെ സാന്നിധ്യത്തിൽ എല്ലാരും വിളിച്ചു കൂട്ടി കല്യാണം ഭംഗിയായിട്ട് നടത്തണം. ഇനി എന്റെ പൊന്നു നാത്തൂൻ ആ വലതുകാലിച്ചും കയറി വാ. വാടാ, ആശാൻ ഇടതുകാലായാലും മതി. നീ ഒന്ന് പോടാ. ഞാനിവിടെ. പെറ്റതള്ളക്ക് പെമ്മക്കടെ തന്നെ അറിയൂ. എന്റെ മോളെ മുറി തൂങ്ങിച്ചാവാൻ തുടങ്ങിയപ്പോ ഞാനാ തുറന്നു വിട്ടെ. തൂങ്ങിച്ചത്തില്ലെങ്കിൽ ഗവൺമെന്റ് ആസ്പത്രി കൊണ്ടുപോയി വെട്ടി കീറിയാനേ ഞാൻ അവളെ. ഇതിപ്പോ മെത്രാന്റെയും മറ്റുള്ളവരെയും മുന്നിൽ വെച്ച് നാറ്റിച്ചില്ലേ ഞങ്ങളെ? നിന്നെ ചെയ്യരുത്. നീയാണ് ഇവിടുത്തെ കാര്യങ്ങൾ തീരുമാനിക്കുന്നത്. നിന്നെങ്കിലും നിങ്ങളുടെ ഇടയിൽ നിന്ന് പോയി സുഖമായി ജീവിക്കട്ടെ. ഉമ്മറത്തേക്കിറങ്ങി ഞങ്ങളെ കുടുംബം മോളെ അവിടെ വെച്ച് ഇങ്ങോട്ട് വന്നേ. ഇവിടെ ഇരുന്നേ. ഞാൻ വിളമ്പാം. അയ്യോ അത് വേണ്ട, അമ്മച്ചിരുന്നു, ഞാൻ വിളമ്പാം. പറ്റത്തില്ല, അവിടെ ഇരിക്കാൻ. വേണ്ട അമ്മച്ചി, ഞാൻ തർക്കിക്കാണ്ട് ആരെങ്കിലും ഒരാൾ അവിടെ ഇരിക്കും. മോൾ അവിടെ ഇരിക്കും. ഇന്നത്തെ ദിവസം കൈമരുങ്ങുള്ള ആള് വിളമ്പട്ടെ, പുതിയ ആള് വിളമ്പാൻ നിൽക്കണ്ട. അതെ. ആശേ നമുക്കൊരു പരീക്ഷണം. കൈമാറി വിളമ്പിയാണെങ്കിൽ എന്റെ തടിയൊന്നും ഓ നന്നാവോ? പിന്നെ നിന്റെ തടി നന്നാക്കാനല്ലേ ഞാൻ അവളെ കെട്ടിക്കൊണ്ട് വന്നത്. ഇടമുള്ള തടി നന്നായിട്ട് എന്താ കാര്യം? സ്വഭാവം നന്നാവണ്ടേ? ആ. അല്ലെങ്കിൽ തടി പിന്നെ കേടാവൂലേ? എല്ലാവർക്കും മല്ലാക്കാതാൻ പറ്റില്ല. മോനെ, വിടാൻ പറയുന്നത് വെടി വെക്കണോന്റെ നേരെ നെഞ്ചു പിരിച്ചു എന്നിട്ട് എന്താ കാര്യം?